ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ Xavier. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പേരക്കയുടെ ഗുണങ്ങളെ പറ്റി പറയാം. പേരക്കയ്ക്ക് ഇംഗ്ലീഷിൽ ഗുവാവ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ, ഇനിയിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ വലിയ വിലയൊന്നുമില്ല, ധാരാളമായിട്ട് ലഭിക്കും. നമുക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പേരത്തൈ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്കിന്നിന് നല്ലതാണ്. കൂടാതെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനും സഹായകമാവുന്നുണ്ട്. വെയിറ്റ് കൂട്ടില്ല, ശോധന ഉണ്ടാക്കും, മലശോധന ഉണ്ടാക്കും, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. എത്ര കഴിച്ചാലും പ്രമേഹം ഉള്ളവർക്ക് അതൊരു പരിധി വിട്ട് കൂടില്ല. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും ധാരാളമായിട്ട് കഴിക്കാവുന്ന ഒരു പഴമാണ്. അത്ര വെൽ റൈപ്പൻ വേണ്ട, ഒരു മീഡിയം പഴുപ്പോടുകൂടെ കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് ധാരാളമായിട്ട് കഴിക്കാൻ സാധിക്കും. അതുപോലെ മറ്റ് രണ്ട് വിശേഷ ഗുണങ്ങളും കൂടെ ഉണ്ട്. അതായത് ക്യാൻസർസിനെ തടയാനായിട്ട്, ക്യാൻസറസ് കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ കുടുംബത്ത് പാരൻസിനും ഒക്കെ ഫാമിലി ഹിസ്റ്ററി ക്യാൻസറസ് കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ പേരയ്ക്ക ധാരാളം കഴിക്കുക. ഇത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ സഹായകമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മെൻസ്ട്രൽ പെയിൻ ഉള്ളവർക്ക്, പീരീഡ്സിനോടനുബന്ധിച്ച് കഠിനമായ വേദന അനുഭവപ്പെടുന്നവർ, വയറുവേദനയൊക്കെ ഉള്ളവർ, അതുപോലെ മറ്റ് അസോസിയേറ്റഡ് സിംറ്റംസ് ഒക്കെ ഉള്ളവർ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും ആ പ്രോബ്ലംസ് ഉള്ളവർ പേരയ്ക്ക നിത്യേന ശീലിക്കണം. അപ്പോൾ ആ പെയിൻ, പീരീഡ് ടൈമിലുണ്ടാകുന്ന പെയിൻ കുറയുന്നതിനും ഇല്ലാതാകുന്നതിനും സഹായകമാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരാശയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ Xavier. ആദ്യം ആയുർവേദം.